ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ UAEയിൽ പുതിയ ചില അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറിയാത്ത ആളുകൾക്കായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് ഇന്നലെ ഫെഡറൽ അതോറിറ്റി ഓഫ് ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിന്റെ അപ്ഡേറ്റ് അനുസരിച്ചിട്ട് ഇനി തൊട്ടിട്ട് ഇവിടെയുള്ള റെസിഡൻസ് വിസ സ്റ്റാമ്പിങ്ങും പാസ്പോർട്ടിൽ ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ വിസ സ്റ്റാമ്പിങ് എന്ന് പറയുന്നത്. നമ്മുടെ മെഡിക്കൽ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടിൽ ഒരു സ്റ്റിക്കറായിട്ട് ഒരു പിങ്ക് കളർ പോലെയുള്ള ഒരു സ്റ്റിക്കറായിട്ട് അടിച്ച് കിട്ടുകയാണ് ചെയ്യാറ്. അപ്പൊ ഈ ഒരു സ്റ്റാമ്പിങ് എന്ന് പറയുന്നതിൽ തന്നെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുമ്പോൾ അതിൽ ഫുൾ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടാവും. ലൈക്ക് നമ്മുടെ സ്പോൺസർ ആരാണ്, അല്ലെങ്കിൽ അതിന്റെ വാലിഡിറ്റി എന്താണ്, നമ്മുടെ ഒരു പ്രൊഫഷൻ എന്താണ്, ഫുൾ ഡീറ്റെയിൽസ് അതിൽ ഉണ്ടാവും. അപ്പോൾ ഇനി തൊട്ടിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ID-യിലാണ് എല്ലാം കണക്ട് ചെയ്തിട്ട് വരുന്നുണ്ടാവുക. വിസ സ്റ്റാമ്പിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ ഇനി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും നമ്മൾ ഈ ഒരു മെഡിക്കൽ കഴിഞ്ഞിട്ട് വിസ സ്റ്റാമ്പിങ്ങിന് വേണ്ടി കുറച്ചും കൂടി ഒരു അഡീഷണൽ ഒരു ടൈം എടുക്കാറുണ്ട്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ അതിന് ചെയ്യുന്ന സമയത്ത് അറൌണ്ട് ഒരു 590-600 ദിറംസ് ഒക്കെ വിസ സ്റ്റാമ്പിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡീഷണൽ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ മേ ബി ഇൻ ഫ്യൂച്ചറിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ എമിറേറ്റ്സ് ID ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പേയ്മെന്റും കാര്യങ്ങളൊക്കെ റിഡക്ഷൻ വരാനായിട്ടുള്ള പോസിബിലിറ്റീസും വളരെ കൂടുതലാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എമിറേറ്റ്സ് IDക്ക് കുറച്ചും കൂടെ ഒരു വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കുറച്ചും കൂടെ കൂടുതൽ കൊടുത്തിരിക്കുകയാണ്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം തന്നെ നമുക്കറിയാം 1-2 പുതിയ എമിറേറ്റ്സ് IDs ഒക്കെ വരുന്നതിൽ നമ്മുടെ പ്രൊഫഷനും കൂടെ ആഡ് ആയിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല ആക്ച്വലി. പണ്ടൊന്നും അങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ നെയിം, ബാക്കി ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള കുറച്ച് വാലിഡിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതിൽ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പണ്ടൊന്നും ട്രാവൽ ചെയ്യുന്ന സമയത്ത് എമിറേറ്റ്സ് ID കയറി ചെയ്യാറില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് അത് പറ്റത്തില്ല. ചില ആളുകൾ പണ്ട് കൊണ്ടുപോയിരുന്നു, ചിലർ ഇത് മസ്റ്റ് അല്ലാത്താനും കയറി ചെയ്തിരുന്നില്ല. പക്ഷെ ഈ ഒരു കാര്യം ഇനി അങ്ങോട്ടേക്ക് എല്ലാവരിലേക്കും ഈ ഒരു റൂള് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന്റെ ഒരു അപ്ഡേറ്റ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, വൺസ് നമ്മൾ പോകുന്ന സമയത്താണെങ്കിലും വരുന്ന സമയത്താണെങ്കിലും നമ്മുടെ റെസിഡൻസി വിസയും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ എമിറേറ്റ്സ് ID ആയിരിക്കും ചെക്ക് ചെയ്യുന്നുണ്ടാവുക. ഈ പറയുന്ന എയർപോർട്ടിൽ. അതുപോലെ തന്നെ എയർലൈൻസിനാണെങ്കിലും നമ്മുടെ പാസ്പോർട്ട് നമ്പറും എമിറേറ്റ്സ് ID ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റെസിഡൻസ് വിസയുടെ വാലിഡിറ്റിയും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് പറയണത് കേട്ടോ. അപ്പോൾ ഓൾറെഡി മിഡിൽ ഈസ്റ്റിലുള്ള ഒരുപാട് വേറെ രാഷ്ട്രങ്ങളിലൊക്കെ ഇതേ ഒരു തരത്തിലുള്ള സിസ്റ്റം മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ UAEയും ഇവിടെയുള്ള ജനങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ഒരു ലിവിങ് സിസ്റ്റം അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പുതിയ റൂളൊക്കെ ആയിട്ട് അപ്ഡേറ്റുകളായിട്ട് വന്നിരിക്കുന്നത്. പിന്നെയുള്ള ഒരു കാര്യം, ഇപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്ന് തൊട്ടിട്ടാണ് ഈ ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഈ ഒരു തരത്തിൽ എമിറേറ്റ്സ് IDയിൽ നമ്മുടെ വിസ സ്റ്റാമ്പിങ്ങിന് പകരമായിട്ട് എമിറേറ്റ്സ് IDയിൽ എല്ലാ ഡീറ്റെയിൽസും വരിക എന്നുള്ളത്. അപ്പോൾ അതും അവർ പറഞ്ഞിട്ടുണ്ട്. April 11th, 2022, അതായത് ഈ മാസം April 11th ശേഷം ഇഷ്യൂ ചെയ്യുന്ന എല്ലാ റെസിഡൻസ് വിസ കാര്യങ്ങൾ, അങ്ങനെയുള്ള റെസിഡൻസ് വിസകൾക്കുമാണ് ഇത് ബാധകമായിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ പഴയ ഇതിലുള്ള ആളുകൾക്ക് അത് ഇനിയിപ്പോൾ ഒരു നെക്സ്റ്റ് റിന്യൂവലിൻ്റെ ഒരു ടൈമിലായിരിക്കും അല്ലെങ്കിൽ ആ ഒരു സമയത്തായിരിക്കും ചേഞ്ചസ് വരിക. അതല്ലാതെ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ എടുക്കാൻ പോകുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇനി തൊട്ടിട്ട് അടിച്ചു കിട്ടാൻ പോകുന്നത് പുതിയ ഈ ഒരു അപ്ഡേറ്റ് ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു കാര്യങ്ങളായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അത് വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ്. അങ്ങോട്ട് ഫ്യൂച്ചറിലെല്ലാം തന്നെ നമ്മുടെ എല്ലാവരുടെയും റെസിഡൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൗണ്ട് ചെയ്യുന്നത് ഈ ഒരു എമിറേറ്റ്സ് ID വെച്ചിട്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ വിസ ഓൾറെഡി സ്റ്റാമ്പ് ചെയ്യുന്ന സമയത്തുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഈ ഒരു എമിറേറ്റ്സ് IDയിൽ ഓൾറെഡി നമുക്ക് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും ഇനി വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിസ എടുക്കുന്ന ഈ സ്റ്റാമ്പിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ കുറയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റെസിഡൻസ് വിസ പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ചാൻസും കൂടെയാണ്. അപ്പോൾ വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് അറിയാത്ത ആരെങ്കിലും ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറിയാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് അവർക്കും കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം ഇന്നത്തെ ഈ ഒരു വീഡിയോ. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഡൗട്ട് ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ എപ്പോഴും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അത് ഇനിയും എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ എന്തായാലും തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ, എൻ്റെ പേര് സുഷ്ന എന്നാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാം കേട്ടോ. അത് മാത്രമല്ല ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട്. പിന്നെ ഓഫ് കോഴ്സ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളെല്ലാം തന്നെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വേറെ പുതിയ ടോപ്പിക്കായിട്ട് കാണുമായിരിക്കും. ടിൽ ദെൻ ടേക്ക് ബൈ, കീപ് വാച്ചിങ്.